ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്താമര തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഒരു കൊത്താമര തോരൻ വെച്ചാലോ? അപ്പോൾ നമുക്കത് കൊത്താമര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കാം. കൊത്താമര കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് ചെറുതായി എല്ലാതും അരിഞ്ഞെടുക്കാനായിട്ട്. കൊത്താമര ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് എല്ലാതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു സബോള എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തോരനായി വെച്ചതുകൊണ്ട് കടുക് 1/4 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും കൂടിയിട്ട് ഇതേപോലെ പൊട്ടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നാളികേരമാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അര കപ്പോളം നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള തോരന് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് വെന്ത് വരാനായിട്ട് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം വേണം. വെള്ളം ഇല്ലാണ്ട് ഈ തോരൻ എന്തായാലും വേവില്ല. ബീൻസിന് നമുക്ക് കൊത്തമ്പരിക്ക് വേവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമെങ്കിലും ഒഴിക്കണം, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തോരനാകുമ്പോൾ അത് വെന്ത് വരാനൊക്കെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അധികം ഈ പ്രാവശ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്കൊന്ന് ചൂടായി വരണം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സബോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. സബോള വഴന്ന് വരണ വരയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സബോള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ടീസ്പൂൺ കൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പോരെങ്കിൽ നമുക്കതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി വാടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കൊത്താമര ചേർത്ത് കൊടുക്കാം. കൊത്താമര ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊത്താമരയും സബോളയും പച്ചമുളകായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഇത് ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് നമുക്കിത് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. കൊത്താമര ഇപ്പം എന്തായി നോക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുറന്ന് നോക്കണേ. അതേ കൊത്താമരയുടെ പച്ച കളറൊക്കെ മാറി ലൈറ്റ് കളറായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കൂട്ടി യോജിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇനി നാളികേരവും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കൊത്താമരയായിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. നാളികേരവും മഞ്ഞപ്പൊടിയൊക്കെ ആയിട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടാ. ഇനി ഇതേപോലെ ഒന്ന് കൊത്തി പോലെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. എല്ലാതും മൂടി വെച്ച് വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. കൊത്താമര എന്തായി എന്നൊക്കെ നോക്കാൻ മൂടിയൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കൊത്താമരയ്ക്ക് നല്ല പോലെ വെന്തുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് സ്വല്പം തീയൊന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ആ വെള്ളം വറ്റിക്കണ കാരണം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. വരെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം.
ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊത്തമര തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.